CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടൂരിൽ ജോണീസ് ബസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ഇടിച്ചുകൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കേച്ചേരിയിൽ ജനകീയ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജോണീസ് ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. സമരക്കാരെ പോലീസ് തടഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി. സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് സമരത്തിന് നേതൃത്വം നൽകിയ 17 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സർക്കാർ ഓഫീസുകളും ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന മോഷ്ടാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം രാമമംഗലം മഞ്ഞപ്പള്ളിക്കാട്ടിൽ അനിലിനെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംവിധായകനും നടനുമായിരുന്ന സോബി സൂര്യഗ്രാമത്തിന്റെ വിയോഗത്തെ തുടർന്ന് സഹപ്രവർത്തകനും സൗഹൃദ വലയങ്ങളിലുണ്ടായിരുന്നവരും നാട്ടുകാരും ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചു. കുന്നംകുളം ആർത്താറ്റ് പള്ളിപ്പെരുന്നാളിനെ കച്ചവടത്തിനെത്തിയ കച്ചവടക്കാരന് മർദ്ദനം. മിനി ലോറിയിൽ മധുരപലഹാരങ്ങൾ വിൽപ്പന നടത്തുന്ന കുന്നംകുളം വലിയങ്ങാടി സ്വദേശി രാജീവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. കടവല്ലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളിക്കുന്നിലെ പറമ്പിൽ കുന്നംകുളത്തെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യം തള്ളിയതായി പരാതി. തുണി, പ്ലാസ്റ്റിക്, കാർഡ്ബോർഡ് പെട്ടികൾ തുടങ്ങിയവയാണ് വൻതോതിൽ തള്ളിയത്. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ചിറളയം സെന്റ് മേരീസ് കപ്പേളയിൽ ചെറിയ തിരുനാളായി ആഘോഷിച്ചു. തൃശൂർ ജില്ലയിലെ ഉയരം കൂടിയ ആനകളിലൊന്നായ കുറുപ്പത്ത് ശിവശങ്കർ ചെരിഞ്ഞു. കേച്ചേരി തോളൂർ സ്വദേശിയായ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ആനയാണ് ശിവശങ്കർ. 55 വയസ്സായിരുന്നു. കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ എളവള്ളി യൂണിറ്റിന്റെ 31ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന കാരുണ്യ സ്പർശനത്തിനോടനുബന്ധിച്ച് 100ഓളം നിർധന കുടുംബങ്ങളിലെ കിടപ്പ് രോഗികൾക്കും വിധവകൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം ചെയ്തു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള കോട്ടോൽ യെൽദോ മാർബസേലിയൂസ് കുരിശുപള്ളി പെരുന്നാളിനെ കൊടിയേറി. താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ച പുന്നയൂർകുളത്തെ ജനകീയ ഹോട്ടൽ ആൽത്തറ തടാകം ടൗൺഷിപ്പിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വയനാട് ജനതയ്ക്ക് കൈത്താങ്ങൊരുക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി വി വേണുഗോപാൽ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈബ്രിഡ് വിത്ത് എന്ന പേരിൽ ഗുണനിലവാരമില്ലാത്ത വിത്ത് നൽകിയതുമൂലം ചെണ്ടുമല്ലി കൃഷി ഓണത്തിന് വിളവെടുക്കാൻ സാധിക്കാത്ത സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാൻ കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.